കൊമേഴ്സ് ഓർ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിന് CPUs പേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ +2 പാസ്സായ സ്റ്റുഡൻറ്റിനും അതുപോലെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റിനും CPUസിൻ്റെ എക്സാം എഴുതാൻ എലിജിബിൾ അല്ല. എലിജിബിൾ ആകണമെങ്കിൽ 120 ക്രെഡിറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് ഈ 120 ക്രെഡിറ്റ്സ്? നമ്മൾ ഈ ഇന്ത്യൻ സിസ്റ്റത്തിലോട്ട് വരുമ്പോഴേനും 3 ഇയർ ഡിഗ്രിയാണ് കോമൺലി ഉള്ളത്. 1 ഇയർ ഡിഗ്രിക്ക് 30 ആണ് ക്രെഡിറ്റ് കിട്ടുന്നത്. അങ്ങനെ 3 ഇയർ ഡിഗ്രി കഴിഞ്ഞാൽ 90 ക്രെഡിറ്റ് കിട്ടും. അവർക്ക് എക്സാം എഴുതാൻ എലിജിബിൾ അല്ല, 120 വേണം. എന്നാലും ഒരു BCom ഗ്രാജുവേഷൻ ആണ് നമ്മുടെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ MCom ഒരു ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് നമ്മളല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു റെലവൻറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പേഴ്സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ എക്സാം എഴുതാനായിട്ട് എലിജിബിൾ ആകും. അതായത് CPA എക്സാം എഴുതാൻ എലിജിബിൾ ആകും. അതായത് MCom കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റാർട്ട് ചെയ്താൽ തന്നെ മതി. അത് തന്നെ പേഴ്സ്യൂ ചെയ്താൽ മതി. അതുകൊണ്ട് അതിൽ ബ്രിഡ്ജ് കോഴ്സ് 30 ക്രെഡിറ്റ്സ് കിട്ടാനുള്ളത് കൊണ്ടാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. അതിനുള്ള ബോണഫൈഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി അതല്ല BCom ഗ്രാജുവേറ്റ് അല്ല, നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക, അവർക്കും എക്സാം എഴുതാൻ പറ്റും. ബട്ട് അവർ നമ്മുടെ ഈ സെയിം MCom എടുത്ത് അവർ ചില കേസുകളിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതി പാസ്സാകണം, ചില കേസുകളിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ അവരും എക്സാം എഴുതാനായിട്ട് എലിജിബിൾ ആവും. ഇത് ഓരോ സ്റ്റേറ്റ് ബോർഡ് അനുസരിച്ചിട്ട് ചേഞ്ചസും ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരു MCom കഴിഞ്ഞ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇതിനായിട്ട് ബോധർ ചെയ്യേണ്ട, ബ്രിഡ്ജ് കോഴ്സ് എടുക്കേണ്ട ആവശ്യം. അത് തന്നെ. ഇപ്പം BCom MCom കൂടെ ഒക്കെ കഴിഞ്ഞ് വരുന്നതാണെന്നുണ്ടെങ്കിൽ 150 ക്രെഡിറ്റ് ആയി. അവർ ഈ ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഡയറക്ട്ലി എലിജിബിലിറ്റി